ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുറച്ചധികം നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? വിവിധ പരീക്ഷകളുടെ സിലബസ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ആ എക്സാം കാലണ്ടറിനോടൊപ്പം ഒപ്പം തന്നെ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. ഇപ്പൊ ഇതാ വിവിധ ഫോഴ്സ് പരീക്ഷകളുടെയും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള തസ്തികകളുടെയും ഒക്കെ സിലബസ് ഇതാ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള സിലബസിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഫൈനലി നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മുൻപുണ്ടായിരുന്ന സിലബസിൽ നിന്ന് മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം സാധാരണ പോലെ തന്നെ പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിൽ ചരിത്രം 5 മാർക്കിന്, ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട് 5 മാർക്കിന്, ജോഗ്രഫി ഉണ്ട് 5 മാർക്കിന്, എക്കണോമിക്സ് ധനതത്വശാസ്ത്രം വരുന്നുണ്ട് 8 മാർക്കിനാണ്, ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ കേരള ഗവേണൻസ്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന ഭാഗത്ത് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങളും, രസതന്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു 3 മാർക്കിന്റെ ചോദ്യങ്ങളുമാവും ഉണ്ടാവുക. അതിനുശേഷം കലാകായികം സാഹിത്യം സംസ്കാരം എന്നുള്ള ഭാഗത്ത് നിന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. 10 മാർക്കിനാണ് ആനുകാലികം കറണ്ട് അഫയേഴ്സ്. നമുക്കറിയാം മേജർ പാർട്ട് 10 മാർക്കിന്, മേജർ ഷെയർ അവിടെ നിന്നാണ് കേട്ടോ. അപ്പം കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് ഉണ്ടാകും. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠകവും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ജനറൽ ഇംഗ്ലീഷും 10 മാർക്കിനും, മലയാളവും 10 മാർക്കിന്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസിന്റെ പോക്ക്. ഇനി അതിനുശേഷം നിങ്ങൾക്കറിയാം ഫോഴ്സ് പരീക്ഷകൾക്കൊക്കെ എന്തുണ്ട്? നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് എന്നുള്ളത്. സ്പെഷ്യൽ ടോപ്പിക് എന്താണ്? സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനാണ് അല്ലേ? തസ്തികയുടെ ജോലിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്വഭാവമുള്ള ചോദ്യങ്ങൾ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ മാറ്റം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു പാർട്ടിൽ, മലയാളം വരെയുള്ള പാർട്ടിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ, പ്രകടമായ മാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. മാറ്റം വന്നിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മേഖലയിലാണ്. അവിടെ പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത് IT ആക്ടിന്റെ കേസിലാണ്. അതെന്താണെന്നൊന്ന് പറയാം. നമുക്ക് ബാക്കി ഒരു ടോപ്പിക്കിന്റെയും സിലബസിൽ ഇതാ കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രമാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഒരു എക്സാമിന് മുൻപുണ്ടായിരുന്ന സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഭൂമിശാസ്ത്രമാണെങ്കിലും 5 മാർക്ക് അത് തന്നെയും. എന്താണ്? ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അങ്ങോട്ട് വരുമ്പോഴേക്കും എക്കണോമിക്സിന്റെ കേസിലും അത് തന്നെയാണ്. ഭരണഘടനയാണെങ്കിലും പഴയത് തന്നെയാണ്. ഭരണ സംവിധാനങ്ങൾക്കാകുമ്പോഴേക്കും സിവിൽ സർവീസ്, അതേപോലുള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകൾ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഈ വക കാര്യങ്ങളിലുമൊക്കെ നമ്മളെ പഴയ കാര്യങ്ങൾ തന്നെ, മുൻപുണ്ടായിരുന്ന സിലബസിലെ കാര്യങ്ങൾ തന്നെയാണ്. ഭൗതിക ശാസ്ത്രത്തിന്റെ മേഖലയായാലും അതേപോലെ രസതന്ത്രമാണെങ്കിലും, ഭൗതിക ശാസ്ത്രത്തിന്റെ മേഖലയാണെങ്കിലും അതേപോലെ തന്നെ രസതന്ത്രമാണെങ്കിലും ഒക്കെ സെയിം കാര്യം തന്നെ, മുൻപുണ്ടായിരുന്ന സിലബസിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കലാ സാഹിത്യം സംസ്കാരം ഒക്കെ സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക്, ഒരു പ്രിലിംസ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിലൊക്കെ കറണ്ട് അഫയേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് മാറ്റം വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഴയതുപോലെ തന്നെ, മലയാളത്തിനൊക്കെ 13 ടോപ്പിക്കുകൾ, പഴയതുണ്ടായിരുന്ന 13 ടോപ്പിക്കുകൾ തന്നെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോഴേക്കും അബ്കാരി ആക്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ NDPS ആക്ട് ആണ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴേക്കും ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് ആണ് വരുന്നത്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴേക്കും ഫോറിൻ ലിക്കർ റൂളുകളും, അതേപോലെ തന്നെ 5ാമത്തെ മൊഡ്യൂളുകളിൽ നമ്മുടെ ടൊബാക്കോ, അതുമായിട്ട് ബന്ധപ്പെട്ട പുകവലി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുകയില ഉപയോഗങ്ങളുടെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആക്ട്, COTPA എന്ന് പറയുന്ന ആക്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്. 6ാമത്തത് വരുമ്പോഴേക്കും ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന വിമുക്തി പോലുള്ള പ്രോഗ്രാമുകളെ കുറിച്ച്, പദ്ധതികളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അതിനുശേഷമാണ് IT ആക്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. IT ആക്ടിൽ സെക്ഷൻ 43 മുതൽ 43, 43A, 65, 66, 66B, 66C, 66D, 66E, അതുപോലെ തന്നെ 66F, 67A, സെക്ഷൻ 67ഉം 67Aയും 67Bയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 72, 77B, ഏറ്റവും ഒടുവിലായിട്ട് സെക്ഷൻ 78 എന്ന് പറയുന്നത് നോക്കിക്കേ,
IT ആക്ടിലെ സെക്ഷൻ 78 ഏറ്റവും പുതിയ അഡീഷൻ എന്ന് പറയുന്നത്. ഇതിന് മുൻപുണ്ടായിരുന്ന സിലബസിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസിൽ എന്തുണ്ടായിരുന്നില്ല? IT ആക്ടിന്റെ സെക്ഷൻ 78 പഠിക്കാനുണ്ടായിരുന്നില്ല. പുതിയ സിലബസിൽ ഇന്ന് വന്ന സിലബസിൽ സെക്ഷൻ 78 പഠിക്കാനുണ്ട്. പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്, അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ എന്താ പറയുന്ന പവറിനെ കുറിച്ചാണ്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഒരു അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി സെക്ഷൻ 78 പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്, ഒരു അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയെക്കുറിച്ചുള്ള ഒരു ആക്ട് കൂടി, ഒരു സെക്ഷൻ കൂടി നിങ്ങൾക്ക് IT ആക്ടിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസിൽ വന്നിട്ടുള്ള പ്രകടമായ മാറ്റം അതാണ്. അപ്പോൾ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കും ബാക്കി 80 മാർക്കിന് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിന്റെ, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പുതിയ സിലബസ്. 2024 അവസാനം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 25 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഏറ്റവും പുതിയ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ പരീക്ഷകളുടെ സിലബസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സിലബസുകൾ സംബന്ധിച്ചും പരീക്ഷ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു.